السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രഭാതത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും എല്ലാ ഏർപ്പാടുകളിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുമ്പോൾ, നിബിതങ്ങൾ ജനിക്കുമ്പോൾ ചേലാകർമ്മം ചെയ്ത രീതിയിലായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടത്. അതേപോലെ തന്നെ കണ്ണിന് സുറുമ ഇടപെട്ട രീതിയിലും പൊക്കിൽ കൊടി മുറിക്കപ്പെട്ട രീതിയിലുമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന ജനനത്തെക്കുറിച്ചും ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് കാണാം. ഫവലത്തുഹു നദീഫ്, പ്രസവിക്കുന്ന സമയത്ത് കുട്ടിയുടെ ശരീരത്തിൽ യാതൊരു അഴുക്കും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർ പ്രസവിക്കുന്നത് പോലെ അങ്ങനെയുള്ള ഒരു അഴുക്കുകളോ പ്രയാസങ്ങളോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം സുജൂദ് ചെയ്യുന്ന രീതിയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കൈകൾ കുത്തി സുജൂദ് ചെയ്യുന്ന രീതിയിൽ ആകാശത്തിലേക്ക് രണ്ട് കണ്ണുകൾ ഉയർത്തിയിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. മാത്രമല്ല, അറബികൾക്കിടയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അറബികൾക്കിടയിൽ ഒരു പതിവുണ്ടായിരുന്നു. ആ കുഞ്ഞ് രാത്രി ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ഒരു പാത്രമെടുത്ത് മൂടുക എന്നുള്ളതൊരു പതിവുണ്ടായിരുന്നു. കാരണം കുട്ടി ആദ്യമായി കാണേണ്ടത് പ്രകാശമാണ്, വെളിച്ചമാണ്. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമുണ്ടായപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതുപോലെ മൂടി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മൂടിയ പാത്രം വാളുകൊണ്ട് മുറിച്ചതുപോലെ രണ്ട് കഷ്ണങ്ങളായി പിളർന്നതായി ചരിത്രങ്ങളിൽ കാണാം. ഉടനെ അബൂ ത്വാലിബിനെ അറിയിക്കുകയും അബൂ താലിബ് ഓടി വന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാരിയെടുത്തുകൊണ്ട് ചുടുചുംബനം അർപ്പിച്ചുകൊണ്ട് നേരെ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കഅബാലയത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയിക്കൊണ്ട് അബൂ താലിബ് അവിടുന്ന് പാടുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഗുലാമത്തയ്യിബൽ അർദാനി വസ്സാദ ഫിൽ മഹ്ദി അലൽ ഗൽമാനി ഉഈദുഹു ബില്ലാഹി ദിസ്സുൽത്താനി ഹത്താ അറാഹു ബാലിഗൽ ബയാനി ഉഈദുഹു മിൻ ശദ്ദിദി ശൻആനി മിൻ ഹാസിദിൻ മുൽതലിബിൻ ഐനാനി അൻതല്ലദീ സുമ്മീത ഫിൽ ഖുർആനി അഹ്മദു മക്തൂബൻ അലൽ ജിനാനി സ്വല്ല അലൈക അല്ലാഹു ഫിൽ അഹ്യാനി അഹ്മദുഹു ഫിസ്സിർരി വൽ ഇഅലാനി ഹഖൻ അലൽ ഇസ്ലാമി വൽ ഈമാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം തന്നെ അത്ഭുതമായിരുന്നു. കഅബാലയത്തിന്റെ ഉള്ളിൽ കുട്ടിയെ വാരി പുണർന്ന് കൊണ്ട് പാടിയ പാട്ടാണിത്. അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഗുലാമുത്തയ്യിബുൽ അർദാനി. കഅബാലയത്തിന്റെ ഉള്ളിൽ പാട്ടിയ പാട് അഴകാർന്ന ഈ കുഞ്ഞിന് നൽകിയ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. കഅബാലയത്തിന്റെ റബ്ബിനോട് ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ കാവൽ തേടുകയാണ്. ഈ കുഞ്ഞ് ഇപ്പോൾ തന്നെ നേതാവായി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിൽ ചെന്നുകൊണ്ട് പാട്ടുപാടുകയാണ്. ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെ 4 സമയങ്ങളിൽ
ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞതായി കാണാം. ഒന്നാമതായി അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ശാപമുണ്ടായപ്പോൾ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞിരുന്നെന്ന് ചരിത്രങ്ങളിൽ കാണാം. രണ്ടാമതായി ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇബ്ലീസ് കരഞ്ഞിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. മൂന്നാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ച് വീണപ്പോൾ ഇബ്ലീസ് പൊട്ടിക്കരയുകയുണ്ടായി. നാലാമതായി സൂറത്തുൽ ഫാത്തിഹ അവതരിക്കപ്പെട്ടപ്പോൾ ഇബ്ലീസ് കരയുകയാണ്. കാരണം ഈ ലോകത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ ഈ ലോകത്ത് ഹിദായത്തിന്റെയും ഈമാനിന്റെ വെളിച്ചം കൊണ്ടുവരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇബ്ലീസ് പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം തന്നെ ഒരുപാട് അത്ഭുതകരമായ ചരിത്ര സംഭവങ്ങൾ പ്രസവ സമയത്ത് ഉണ്ടായി എന്ന് മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ചരിത്രങ്ങളിൽ കാണാം. അള്ളാഹു നന്മ കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.